നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട വ്യക്തി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം ഇത് ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യുവാനോ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ വീണ്ടും ഓർത്ത് നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കാനോ സാധ്യത ഉണ്ടാവാം. അതുകൊണ്ടാണ് തുടക്കം തന്നെ ഞാൻ ഈ ഒരു ചെറിയ ഡിസ്ക്ലെയിമർ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ന്യൂസിനെ ആസ്പദമാക്കി ചിന്തിച്ചപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ ഒരു ടോപ്പിക്ക് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ആസ് എ പേരൻറ്റ്, ഒരു മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ പാരൻസിനുള്ള ഉത്തരവാദിത്വം വളരെ വളരെ വലുതാണ്. അത് ടീച്ചേഴ്സിനേക്കാളും മറ്റേതൊരു റോളിനേക്കാളും പാരൻസിനാണ് ഏറ്റവും കൂടുതൽ റോളുള്ളത്. അപ്പോൾ ഇത് വളരെ പരന്ന വിശാലമായൊരു ടോപ്പിക്കാണ്, ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായി ഏറ്റവും 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത്. 3 or 4 കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പാരൻസിന് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല, എന്താണ് ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ പാരൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യമുണ്ട്, അതായത് കുട്ടികൾക്ക് നോളജ് കൊടുക്കണം. പക്ഷേ അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, കറക്റ്റായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അപ്ഗ്രഡേഷൻസ് എങ്ങനെയാണ്, ഇതൊന്നും ഇപ്പോഴത്തെ പാരൻസിന് അറിയില്ല. ഞാൻ പറഞ്ഞു തന്ന ഉദാഹരണത്തിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു അവയർനെസ് തരാനുള്ളത് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ സാധാരണ പാരൻസ് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറഞ്ഞു കൊടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല, കഴിഞ്ഞു, സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലുള്ള എൻ്റെ കുഞ്ഞിൻ്റെ പ്രൊട്ടക്ഷൻ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതിലത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ചിൽ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? അതായത് ഒരു കുഞ്ഞിന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ പ്രൈവറ്റ് പാർട്സിൽ ആരും സ്പർശിക്കാൻ പാടില്ല, അങ്ങനെ ആരെങ്കിലും, അതായത് ചെസ്റ്റ് ഏരിയ,